ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരൻ. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ്പ് വെർദയ്ക്കെതിരെ. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്കിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 52ാമത് G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ വിയനയിൽ തുടക്കമാകും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, ഉക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യമെന്ന നിലയിൽ 13ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രിയദർശിനി പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇത് സർക്കാർ സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകും. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട് നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പ്രിയദർശിനി പദ്ധതിയെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4ആയി. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയും ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം പുരോഗമിക്കുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. 2027 സെൻസസിന്റെ ഭാഗമായ സംസ്ഥാനത്ത് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ K. ബിജു. 2 ഘട്ടമായാണ് സെൻസസ് നടത്തുന്നത്. 1ാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ ജൂലൈ 1 മുതൽ 30 വരെയാണ്. 2ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയോടെയാകും നടക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സെൻസസ് ഡയറക്ടറേറ്റും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സെൻസസ് ഓപ്പറേഷൻസ് ആണ്. 2027 ഫസ്റ്റ് ഫേസ് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് സെൽഫ് എന്യൂമറേഷൻ ആണ്. നേരത്തെ ഉള്ള സെൻസസിലൊന്നും സെൽഫ് എന്യൂമറേഷൻ എന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്. നല്ലൊരു ജനകീയ മൂവ്മെന്റ് ആയിട്ട് സെൻസസ് 2027 മാറ്റണമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. se.census.gov.in എന്ന പോർട്ടലിൽ കയറി വ്യക്തികൾക്ക് വിവരങ്ങൾ നൽകാം. നൽകിയ വിവരങ്ങൾ ഫീൽഡ് എന്യൂമറേറ്റർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തും. സെൻസസ് വിവരശേഖരണത്തിന് 61,282 എന്യൂമറേറ്റർമാർ, 10,189 സൂപ്പർവൈസർമാർ എന്നിവരെ സജ്ജരാക്കി. സെൻസസിന്റെ ഭാഗമായുള്ള 1ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല സജ്ജമായി. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള വിവരശേഖരണത്തിനായി വിപുലമായ ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
റിസർവ് ജീവനക്കാർ ഉൾപ്പെടെ 7105 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ സെൻസസ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 6 മണി മുതൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ആദ്യഘട്ട വിവരശേഖരണത്തിൽ ആകെ 34 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുടെ കൃത്യത എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തും. എന്യൂമറേറ്റർമാർ തങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ സെൻസസ് 2027 HLO എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വീടുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. സെൻസസ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ജില്ലയിൽ 4 മാസ്റ്റർ ട്രെയിനർമാരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. +1 പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ ഇന്നു മുതൽ ഈ മാസം 17 വൈകിട്ട് 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ hscap.kerala.gov.in ൽ ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള 1-ാം വർഷ ഏകജാലക പ്രവേശനത്തിന്റെ 1-ാം അലോട്ട്മെന്റും ഇന്ന് admission.bhsc.portal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ജൂൺ 17 വൈകുന്നേരം 4 മണി വരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള സ്കൂളുകളിൽ പ്രവേശനം നേടാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTA-യുടെ ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് സർക്കാർ ഉപാധിരഹിത പട്ടയം കൈമാറി. ജനങ്ങൾ 1/4 നൂറ്റാണ്ടുകാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ടാറ്റ കമ്പനിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിലാണ് ഈ ചരിത്രപരമായ ഭൂവിതരണം നടന്നത്. ഇതിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി. നിയമസഭാ സാമാജികർക്കായി നടത്തുന്ന 2 ദിവസത്തെ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പൊന്മുടി എക്കോ ടൂറിസം പ്രവേശനം പുനരാരംഭിച്ചു. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനാൽ തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന കളിയിൽ ടുണീഷ്യയെ 1-5 ഗോളിന് സ്വീഡൻ പരാജയപ്പെടുത്തി. രാത്രി 9:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദെയാണ് എതിരാളി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്ക് ശബരിമല ക്ഷേത്രം നട തുറന്നു. മിഥുനം 1 ഇന്ന് പതിവ് പൂജകളും വിശേഷൽ പൂജകളും ആരംഭിച്ചു. ഈ മാസം 19 നട അടയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1118 പോയിന്റ് ഉയർന്ന് 76,664-ലും നിഫ്റ്റി 337 പോയിന്റ് നേട്ടത്തിൽ 23,958-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 1,800 രൂപ കൂടി 1,11,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. മുൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുമൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരൻ. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ്പ് വെർദെക്കെതിരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.